നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. 36,76,000 രൂപ. എന്റെ കാശ, എന്റെ മകൻ അനുഭവിക്കേണ്ട കാശ്. അതെനിക്കെപ്പ തിരിച്ചു തരും? അമ്മായി എന്തീ പറയുന്നത്? മലയാളം എന്റെ മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ എങ്ങനെയാണ് ചോദിക്കണ്ടേ? നിന്റെ തള്ളയുടെ ചികിത്സയ്ക്ക് പണം ചെലവാക്കാനേ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ഏട്ടൻ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒന്നും കണക്ക് കൂട്ടാതെ നളിനി ആർക്കും ഒന്നും ചെയ്യില്ല. നാളെ രാവിലെ ഞാൻ വരും. എന്റെ പണം അപ്പ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിലേ ഈ വീടും ഈ പരിസരവും എന്റെ പേരിലിരിക്കും. എന്നിട്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കുവോ കുഴിച്ചു മൂടുവോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇത്രയും കൃത്യമായ കണക്ക് അവള് സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. അവള് പറഞ്ഞു ശരിയാ, ആ സമയത്ത് സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവള് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അച്ഛ, പെട്ടെന്ന് ഇത്രയും തുക തിരിച്ചു ചോദിച്ചാല് നമ്മൾ എങ്ങനെ കൊടുക്കും? ഇപ്പൊ അച്ഛന്റെ കണ്ണിൽ ഇരുട്ടാ മോളെ. പെട്ടെന്ന് കേട്ടപ്പോ തലയ്ക്കകത്തെന്തോ ഭാരം പോലെ. എന്തെങ്കിലും ചെയ്യാനാകെയുള്ളത് ഈ വീടാ. ഒരു വഴിയില്ലെങ്കില് വേണ്ട, ഈ വീട് വിൽക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ലേ അച്ഛ? അച്ഛനത് സാധിക്കോ? ഇതിനകത്ത് ഓരോയിടത്തും അമ്മയുടെ ശബ്ദവും അനക്കൊക്കെ ഇപ്പോഴും ഉണ്ടെന്നല്ലേ അച്ഛൻ പറയാറ്? എന്നിട്ട് അച്ഛനറിയില്ല മോളെ. സത്യത്തിൽ അവള് വില പറഞ്ഞത് ഈ വീടിനല്ല, നിനക്കാ. അച്ഛന് നിന്നെ വെക്കാൻ പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.